നമുക്കേ കുറച്ച് പഴയ കാലഘട്ടത്തിലേതെന്ന് പറഞ്ഞ് നമുക്ക് ആള് തിരിച്ചു പറയും. നമുക്ക് അങ്ങനെ ആളിലേക്ക് പോകാം. നമുക്ക് ഈ തെക്കൻ വാർത്തകളൊക്കെ ഒന്ന് അറിയാം. TV പ്രസാദ് ആണ് ചേരുന്നത്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ? ഗുഡ് മോർണിംഗ്. പ്രസാദ്, ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനെ തിരിച്ചടിക്കാൻ ഞാനൊരു അവസരം തരികയാണ് ഈ പ്രഭാതത്തിൽ. ഞാൻ പറയുകയായിരുന്നു കുറച്ച് പഴയ കാലഘട്ടത്തിലെ ഒരാളെ നമുക്ക് വിളിക്കാവുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? അത് ശരി കേട്ടു. ഒന്നും പറയാനില്ല. നിങ്ങൾ പിന്നെ പറയുന്നാണ് ഉദ്ദേശിച്ചത്. പ്രസാദ് ഏട്ടൻ എന്നെ വിളിച്ച് പറയുമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വാർത്തകളിലേക്ക് തന്നെ വരാം. ഈ NCP സംസ്ഥാന അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. പ്രത്യേകിച്ച് കുട്ടനാട് MLA തോമസ് കെ തോമസ് അധ്യക്ഷനായേക്കുമെന്നാണല്ലോ അല്ലേ? ഇപ്പോൾ മുംബൈയിലേക്ക് പോകുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് പ്രസാദ് അതിലെ കാര്യങ്ങൾ? അതുതന്നെയാണ്, ഒരു തീരുമാനമൊന്നുമായില്ല. പക്ഷേ പൊതുവിൽ കേൾക്കുന്ന പേര് തോമസ് കെ തോമസിൻ്റേതാണ്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നും പറയുന്നുണ്ട്. എന്തായാലും PC ചാക്കോ പുറത്തായതിനു ശേഷം, രാജിവെച്ചൊഴിഞ്ഞതിന് ശേഷം പ്രസിഡന്റ് ആരാകും എന്നത് സംബന്ധിച്ചാണ് ചർച്ചകൾ പ്രധാനമായും ഉള്ളത്. പക്ഷേ തോമസ് കെ തോമസ് ആകുമെന്ന് പറയുമ്പോഴും പന്ത് ശരത് പവാറിൻ്റെ കോർട്ടിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ചാക്കോ ചേരി, അതായത് ചാക്കോയെ അനുകൂലിക്കുന്നവർ അവിടെ സമ്മർദ്ദം ചെലുത്തി തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ്. NCPയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കണ്ടത് തോമസ് കെ തോമസും PC ചാക്കോയും ചേർന്ന് ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയൊക്കെ കുറേ നീക്കങ്ങൾ നടത്തി. പക്ഷേ അങ്ങനെ നീക്കങ്ങൾക്കിടയിലാണ് ചാക്കോ യഥാർത്ഥത്തിൽ ഈ ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും പരസ്പരം തെറ്റിക്കുകയാണ്, അവർ തമ്മിൽ തെല്ലിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി തോമസ് കെ തോമസും ശശീന്ദ്രനും കൂടി ഒറ്റ ചേരിയായി മാറുകയും ഏറ്റവും അവസാനം PC ചാക്കോയ്ക്ക് പുറത്തു പോകേണ്ടതായും വന്നു. ഇന്നലെ പരസ്യമായി റിപ്പോർട്ടറിനോടാണ് ഒരു ജനാധിപത്യവാദിയാകണം എന്ന് PC ചാക്കോയോട് ഇന്നലെ ശശീന്ദ്രൻ പറഞ്ഞത്, ഞങ്ങളോടാണ് പറഞ്ഞത്. ഡെമോക്രാറ്റിക് ആവണം എന്നാണ് പരസ്യമായി പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അങ്ങനെ സംഘടനയിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു നേതൃത്വമായി PC ചാക്ക മാറിയതോടുകൂടിയാണ് ചാക്കോയ്ക്ക് സ്വയം രാജിവെച്ചൊഴിയേണ്ടി വന്നത്. ആ പദവിയിലേക്കാണ് ഇനിയിപ്പോൾ ആരാണ് ആവുക എന്ന കാര്യത്തിൽ ഒരു സസ്പെൻസ് നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ വരുന്ന പേരുകളനുസരിച്ച് തോമസ് കെ തോമസ് ആണ്. ഇന്നൊരു പക്ഷേ പ്രഖ്യാപനമുണ്ടായേക്കും. ഇരുവരും മുംബൈയിലേക്ക് പോകും എന്നും കേൾക്കുന്നുണ്ട്, ശശീന്ദ്രനും തോമസ് കെ തോമസും. പക്ഷേ പുതിയ പശ്ചാത്തലത്തിൽ, കോഴിക്കോട് ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ, അതുപോലെ വന്യജീവി ആക്രമണം നടക്കുന്ന പശ്ചാത്തലത്തിൽ ശശീന്ദ്രൻ പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഇന്നൊരു പക്ഷേ തീരുമാനമുണ്ടായേക്കും അക്കാര്യത്തിൽ. മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ അല്ലേ, മറ്റൊന്ന് ഈ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ സംസ്ഥാന സെക്രട്ടേറിയറ്റുടൻ ചേരുന്നു. ഈ CPI എതിർപ്പ് ഉന്നയിച്ച സാഹചര്യമുണ്ട് ബ്രൂവറിയിലും മറ്റുമൊക്കെ. അപ്പോൾ ആ നിലപാടൊക്കെ ചർച്ച ചെയ്യുമായിരിക്കുമല്ലോ അല്ലേ TV പ്രസാദ്? മാത്രമല്ല ഈ സംസ്ഥാന സമ്മേളനവും അടുത്ത് വരികയാണല്ലോ. അതെ, അതുകൊണ്ട് തന്നെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് പ്രാധാന്യമുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ചേരാറുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെയാണ് ഇന്നും ചേരുന്നത്. പക്ഷേ ഇന്ന് ചേരുമ്പോൾ ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത് സംസ്ഥാന സമ്മേളനം അടുത്ത് നിൽക്കുന്നു. ജില്ലാ സമ്മേളനം പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എന്ന ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ യോഗത്തിനുണ്ട്. മാത്രമല്ല നിരവധി വിഷയങ്ങൾ സംസ്ഥാനത്ത് വലിയ വിവാദമായി ഉൾപ്പെടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണം വലിയ തോതിൽ സർക്കാരിനെതിരായ ഒരു വികാരമായി മലയോര ജനത എടുക്കുന്നു പല ഭാഗങ്ങളിലും. അതിലൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. മാത്രമല്ല CPIയും RJDയും ഉടക്കി നിൽക്കുന്ന ബ്രൂവറിയിൽ എന്തായിരിക്കണം പാർട്ടി നിലപാട്, എന്തായിരിക്കണം അതിൽ സ്റ്റാൻഡ് എന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച ഇന്നെന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായേക്കും എന്നാണ് അറിയുന്നത്. എന്തായാലും സംസ്ഥാന സമ്മേളനം എന്നുള്ളത് പ്രധാന അജണ്ടയാണ്. അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളും കാര്യങ്ങളും എല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനേറെ വാർത്താ പ്രാധാന്യമുണ്ട്. മറ്റൊരു ചൂടുള്ള വാർത്ത, ഈ സംസ്ഥാനത്ത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നല്ല ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ് ഇന്നുമുണ്ട്. 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ് അല്ലേ പ്രസാദ്? അതെ, താപനില കൂടുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രത്തെ നമ്മൾ നേരത്തെയൊക്കെ ആശ്രയിക്കാറ് മഴ കനക്കുമോ എന്നറിയാനാണിപ്പോൾ നേരെ തിരിഞ്ഞു വരികയാണ്. 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും എന്നാണ്. ഇത് പ്രത്യേകിച്ച് ഇന്ന് മാത്രമുള്ള മുന്നറിയിപ്പല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ചൂട് കൂടും എന്ന മുന്നറിയിപ്പുണ്ട്. ചൂടുണ്ട്, ശരിയാണ്. അത് തൊഴിലാളികൾക്കുൾപ്പെടെയുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഉച്ച സമയത്ത് ഉള്ള ജോലി പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് തൊഴിലാളികൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത്.
കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. വലിയ മുന്നൊരുക്കമുണ്ടാകണം, ഡീഹൈഡ്രേഷനുള്ള സാധ്യതയുണ്ട്, ധാരാളം വെള്ളം കുടിക്കണം. അങ്ങനെ ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ വകുപ്പും അതിൻ്റെ മുന്നറിയിപ്പെല്ലാം നൽകുമ്പോഴും ഓരോ വർഷം കഴിയും തോറും ചൂട് കൂടിക്കൂടി വരികയാണ് എന്ന ആശങ്കയിലാണ് മലയാളികളെല്ലാവരും.